ബ്ലാക്ക് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൽ അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളായാലും വലുതായി കഴിഞ്ഞാൽ ഒക്കെ അടയിരിക്കുന്ന സെറ്റുകളാണ് കേട്ടത്. ഇതിനല്ല, നമ്മൾ അടയിരിക്കുന്ന മാത്രമേ ഇവിടെ കൊടുക്കണുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ നല്ല കറക്റ്റ് അടിപൊളി കുഞ്ഞുങ്ങളാണ്. ലൈനേജിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്. ഓൾഡ് ലൈനേജ് എന്നൊക്കെ പറയും. നല്ല അടിപൊളി ബ്ലാക്ക് പൂവൻ കോഴിയാണ് കേട്ടോ. ബ്ലാക്കിൽ ചെറിയ റെഡ് ഉണ്ട്. എമ്മക്കോഴിൻ്റെ അതേ മാതിരിയുള്ള പൂവൻ കോഴിന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. വളരെ അപൂർവമായി കിട്ടണുള്ളൂ കേട്ടോ. അതുപോലെ ഉള്ള പൂവൻ കോഴി കയ്യിലുണ്ടെങ്കിൽ ഇവരെ അറിയിക്കും. അതായത് ആ പൂവനിൽ അതിൻ്റെ ചെവി നോക്കിയാൽ അറിയാം, ചെവിയിൽ വൈറ്റ് നിറം ഉണ്ടാവും. നല്ല അടിപൊളി കറക്റ്റ് നടനാകുമ്പോഴുള്ള കളറാണ്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഒരുപാട് ആൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ കിട്ടുമെന്നുള്ളത്. അങ്ങനത്തെ കൊടുക്കാനില്ല, കാരണം അപൂർവമായിട്ട് ഇറങ്ങണുള്ളൂ. ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള കേട്ടോ. ഇതേമാതിരി ചെറിയ കളറ് കയറിയിട്ടുള്ളതൊക്കെ ഉണ്ടാവലുണ്ട്. കാടയിരുന്ന് വിരിഞ്ഞ അടിപൊളി കുഞ്ഞുങ്ങളാണ്. നമുക്ക് വിളിച്ചാൽ ചാടി ഇറങ്ങണതില്ല ബോക്സിലാണ് ഇരുന്ന് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ആരൊക്കെ കമൻറ്റിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഫുള്ള് വീഡിയോ, കാരണം സ്റ്റോക്കിൻ്റെ ഒക്കെ നമുക്ക് ഇതുപോലെ വീഡിയോ എടുത്ത് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സെറ്റായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് അങ്ങനെയെങ്കിൽ ഒന്നും എടുത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഒന്ന് സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ വീഡിയോ ഫുള്ളായിട്ടുള്ളതൊക്കെ വരും, വെയിറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ കണ്ടില്ലേ, അപ്പോൾ നമ്മളെ കയ്യിലാണ് ഈ കയറി ഫുഡൊക്കെ കഴിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, നമ്മൾ പേടിയില്ല. നമ്മൾ ഞമ്മക്കോയില്ലെങ്കിലും ചാടി കയറി നമ്മളെ കയ്യിലേക്ക് പാഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുന്നേ കൊടുത്താണ്, എവിടെ പോയതെന്നുള്ള ഓർമ്മയില്ല. അപ്പോൾ വീഡിയോ അങ്ങനെ ഉള്ളത് എടുത്ത് വിടുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് റെഡി ആണോ എന്ന് വെച്ച് വിളിക്കേണ്ട, ഇവർ റെഡിയല്ല. കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ വീഡിയോ വിട്ടുതരും, പറ്റുമെങ്കിൽ എടുക്കാം. വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അതിൽ കുറേ ആൾക്കാർ നമ്പർ എന്താ കൊടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ട്. നമ്പർ നമ്മൾ ഇതിന്മേൽ കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കാതെ കോളുകൾ വരികയാണ്. ഫോണ് താഴെ വെക്കാനേ സമയമില്ല. ആവശ്യമില്ലാത്തവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ കമൻറ്റിൽ ചോദിച്ചാൽ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ ഒരുപാട് കമൻറ്റിൽ ചെക്ക് ചെയ്താൽ ചോദിച്ചവർക്കൊക്കെ നമ്പർ ഇട്ടെടുത്ത് കമൻറ്റിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ആവശ്യക്കാരെ ചെക്ക് ചെയ്ത് തിരഞ്ഞിട്ട് എടുത്ത് വിളിക്കും. ആവശ്യമില്ലാത്തവർ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കും. വെറുതെ വിളിക്കുന്നവർ അങ്ങനെ എടുത്താണ്ട് വിളിക്കാൻ നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നമ്പറും ഇടാത്തത്. അതിനകത്ത് നമുക്ക് സാധനം കൊടുക്കാനാവണില്ല, അത്രയും തോനെ ഓർഡർ വന്നിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർ നമ്മൾ നമ്പറിൽ വിളിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. നിങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കേട്ടോ, നല്ല ആക്റ്റീവാണ്. അതുപോലെയുള്ള തന്നെയാണ് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ 4 ദിവസമായ കുഞ്ഞുങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ആക്റ്റീവും കാണുന്നുണ്ട്. ഉണ്ടല്ലേ, അമ്മക്കോഴി ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുത്തി വിളിക്കുകയാണ്. കയ്യിൽ നിന്ന് അങ്ങോട്ട് ചവിട്ടി വലിക്കുകയാണ്. ഞാൻ നാടൻ കോഴിൻ്റെ രീതികളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെയുള്ള എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹൈവേയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളോട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ വന്ന് വാങ്ങാൻ തയ്യാറാണെങ്കിൽ 300 രൂപ ഡെലിവറി ചാർജും കൊടുത്ത് എടുക്കുകയാണെങ്കിൽ എവിടെയും നമ്മൾ എത്തിച്ചേരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.